അതൊന്നും വേണ്ട, അത് അനീതിയാണ്. തീവ്രമായ കുറെ അമലുകൾ വേണം, ഈ ചെയ്തതൊന്നും പോരാ, അതും അനീതിയാണ്. പാകത്തിന് മതി. രണ്ടിനും ഇടക്ക് പാകതയുള്ള പക്വതയുള്ള അമലുകളായ ഇസ്ലാം തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബത്തിൽ നിന്ന് പ്രഗൽഭരായ 10 ആളുകൾ, കൂട്ടത്തിൽ അബൂ ദർറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു അടക്കമുണ്ട്, 10 ആളുകൾ ഒരുമിച്ച് കൂടിയിട്ട് ഒരു ചർച്ച. ആ ചർച്ചയിൽ അവർ കാര്യമായി വിധേയപ്പെടുത്തുന്നത് ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെയാണ്. അവരൊക്കെ വീട്ടിൽ കയറി എന്നിട്ട് ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ രാത്രിയിലെ ഇബാദത്ത് എങ്ങനെയാണ്? എപ്പോഴാ ഉറങ്ങുക? എപ്പോഴാ എഴുന്നേൽക്കുക? എങ്ങനെയൊക്കെയാണ് ഭാര്യമാരോട് പെരുമാറുന്നത്? അതുപോലെ തന്നെ നോമ്പിനെ കുറിച്ച് വീട്ടുകാരുകളോട് ചോദിക്കുന്നു, എന്നും നോമ്പുണ്ടോ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, ചിലപ്പോഴൊക്കെ നോമ്പ് അങ്ങനെ നോൽക്കും. അപ്പൊ ഞങ്ങള് വിചാരിക്കും ഇനി നോമ്പ് തന്നെ ഫുള്ള് വിടൂല, കുറച്ച് കഴിഞ്ഞാൽ നോമ്പ് ഒഴിവാക്കി ഇനി നോമ്പ് തന്നെ നോൽക്കൂല, അത് അങ്ങനെ പോകും. ചിലപ്പോഴൊക്കെ ഒരു ദിവസം നോമ്പ് നോൽക്കും, 2 ദിവസം നോമ്പുണ്ടാകൂല, പിന്നെ ഒരു ദിവസം നോമ്പുണ്ടാകും. ചിലപ്പോഴൊക്കെ 3 ദിവസം നോമ്പുണ്ടാകൂല, 4ാമത്തെ ദിവസം നോമ്പുണ്ടാകും. ഇങ്ങനെ പോകും. അങ്ങനെയൊക്കെ ഉള്ളൂ. ഇത്രയും വലിയ സ്ഥാനം അല്ലാഹു തആല കൊടുത്തിട്ട് അങ്ങനെയുള്ളൂ. രാത്രി ഫുള്ള് നിസ്കാരമല്ല. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഈ 10 ആളുകൾ ഒരുമിച്ച് കൂടിയിട്ട് ഒരു ചർച്ചയിൽ തീരുമാനം. ഒരാള് പറഞ്ഞു, ഞാനൊരു കാര്യം ചെയ്ത് തീരുമാനിച്ചു. എന്താ കാര്യം? ജീവിതത്തിൽ ഇനി രാത്രി ഒരു മിനിറ്റ് ഉറങ്ങൂല, ഫുള്ള് ഇബാദത്താണ്. ഒരാൾ തീരുമാനം. സ്വഹാബിമാരായത് പ്രഗത്ഭരാണ്, സാധാരണ ആൾക്കാരല്ല. അവരാ നിശ്ചയം തന്നെ നിശ്ചയദാർഢ്യത്തോടു കൂടിയാണ്, എന്തെങ്കിലും പറയല്ല. മറ്റേ ആള് പറഞ്ഞു, ഞാൻ കല്യാണം കഴിക്കാതെ ഇബാദത്തിന് വേണ്ടി എങ്ങനെ ഒഴിഞ്ഞു വെക്കാൻ. വേറെ ഒരാള് പറഞ്ഞു, ഞാനൊന്നും പകല് നോമ്പ് നോൽക്കാൻ തീരുമാനിക്കാൻ. ഈ ചർച്ച ഇങ്ങനെ ചൂട് പിടിക്കുമ്പോഴാണ് ദഖല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങോട്ട് കയറി വന്നു ആ സദസ്സിലേക്ക്. എന്താ ചർച്ച? എന്തൊക്കെയാ പറഞ്ഞു? എന്തൊക്കെയാ തീരുമാനം? അപ്പൊ ഓരോരുത്തരും ഇങ്ങനെ തീരുമാനം പറഞ്ഞപ്പോ തങ്ങൾ പറഞ്ഞു, അതൊക്കെ നിർത്തി. ആ തീരുമാനങ്ങളൊക്കെ നിർത്തി. നിങ്ങൾ എന്നെ കണ്ടാ പഠിക്കേണ്ടത്, മൻ റഗിബാൻ സുന്നതി ഫലൈസ മിന്നി, എന്റെ മാതൃകയിൽ നിന്ന് മാറി തീവ്രത വിചാരിക്കുന്ന ആള് നമ്മിൽപ്പെട്ട ആളല്ല. എന്നെ കണ്ടില്ലേ നിങ്ങള്? ഞാൻ വിവാഹം ചെയ്തിട്ടുണ്ട്. വിവാഹം ബഹിഷ്കരിച്ച ആളല്ല, വിവാഹം ചെയ്തിട്ട് ഇബാദത്തെടുത്ത് ജീവിക്കുന്ന ആളാണ്. ഞാൻ ഭാര്യമാരോട് കൂടെ സല്ലപിച്ച് രാത്രിയും സമയങ്ങൾ നീക്കുന്ന ആളാണ്. അത്തരത്തിലൊരു തീരുമാനം വേണ്ടാന്ന് വെക്കരുത്. കാരണം നിങ്ങളും മനുഷ്യരാണ്. എനിക്കും അള്ളാഹു മനുഷ്യ പ്രകൃതി തന്നിട്ടുണ്ട്. നിങ്ങളത് പഠിപ്പിക്കാനാ എനിക്ക് അള്ളാഹു തന്നത്. മലക്കിന്റെ പ്രകൃതിയല്ല എനിക്ക്, ജിന്നിന്റെ പ്രകൃതിയും അല്ല. മലക്കിന്റെ പ്രകൃതിയാണെങ്കിൽ വിവാഹം കഴിക്കേണ്ട ആവശ്യമല്ല, ഭക്ഷണം കഴിക്കേണ്ട ആവശ്യമല്ല, മറ്റു പല ആവശ്യങ്ങളും ഇല്ല.